ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പത്തിരി പരത്തിയെടുത്ത് ഒറ്റ പരത്തലിൽ നമുക്ക് ഒരുപാട് പത്തിരി ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു വീഡിയോ ആണ്. ഇത് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി, അത് നിങ്ങൾക്കുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നൊക്കെ പരത്തിയെടുക്കുന്നതിനെക്കാട്ട് എളുപ്പമായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ പൊടി വാട്ടിയെടുക്കുന്നതും കുഴച്ചെടുക്കുന്നതും കാണിച്ചിട്ടില്ല. നല്ലതുപോലെ കുഴച്ചെടുക്കണം, നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കണം. അതുപോലെ തന്നെ പൊടിയിൽ വെള്ളമൊന്നും ഏറാനൊന്നും പാടില്ല. പാകത്തിന് വെള്ളമൊക്കെ എടുത്തിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഞാനിവിടെ അടുക്കളയിൽ മെഷർമെന്റ് ഒരു ബോർഡ് വെച്ചിട്ട് അതിന്മേൽ വെച്ചിട്ടാണ് പൊടിയിട്ട് പരത്തിയെടുക്കുന്നത്. എനിക്ക് ഒരുപാട് വലുപ്പത്തിൽ പരത്തിയെടുക്കാനുള്ള ഒരു സൗകര്യവും സ്പേസോ ഇല്ല. നിങ്ങൾക്ക് അടുക്കളയിൽ കൗണ്ടർ ടോപ്പും അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ നല്ല വലിപ്പത്തിലും നല്ല കട്ടിയില്ലാതെയും പരത്തിയെടുക്കുക. എത്രത്തോളം നമുക്ക് വലിപ്പത്തിൽ പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം വലിപ്പത്തിൽ പരത്തിയെടുക്കുക. പിന്നെ പൊടി നല്ല കറക്റ്റായിട്ട് കുഴച്ചെടുത്താലാണ് കേട്ടോ ഈ രീതിക്ക് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പരത്തിയെടുക്കുന്ന സമയത്ത് തന്നെ പൊടി മുറിഞ്ഞു പോകും. അത് വെള്ളം ഏറുന്നത് കൊണ്ടാണ്. കൈകൊണ്ട് തന്നെ നല്ല കുഴച്ചെടുത്താലാണ് പത്തിരിക്കുള്ള മാവ് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ, പത്തിരിയും നല്ല റെഡി ആയിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ പരത്തിയെടുത്തിട്ട് ഞാനിതാ ഈ ഒരു അടപ്പ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിനേക്കാളും വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലിയൊരു അടപ്പെടുത്ത് കട്ട് ചെയ്തെടുക്കാം. ഒറ്റ പരത്തലിന് തന്നെ ഞാനിതവിടെ 5 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്ര വലുപ്പത്തിൽ ഇവിടെ പരത്തിയെടുക്കാനുള്ള സൗകര്യം ഉള്ളത് കൊണ്ടാണ് ഇത്ര എണ്ണം ആക്കിയെടുത്തത്. നമുക്ക് എത്രത്തോളം വലുപ്പത്തിൽ പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം സൗകര്യം ഉണ്ടെങ്കിൽ പരത്തിയെടുക്കാം കേട്ടോ. ഒരു 5 എണ്ണം ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ആ ഒരു പൊടി ഞാൻ കുഴച്ചെടുത്തിട്ട് അതും കൂടി ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നമ്മൾ 2 കപ്പ് പൊടിയൊക്കെ ആണ് എടുക്കുന്നതെങ്കിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഓരോരുത്തർക്കും ഓരോ അളവിലും ഇത്ര ആളുണ്ട് എന്നുള്ള അനുസരിച്ചിട്ടാണല്ലോ പൊടിയൊക്കെ എടുത്ത് കുഴച്ചെടുക്കുക. അപ്പോൾ കുറച്ചൊക്കെ ആണെങ്കിൽ എളുപ്പമാണ് കേട്ടോ. ഇനിയിപ്പോൾ കൂടുതൽ ഉള്ളിടത്തൊക്കെ ആണെങ്കിലും നമുക്ക് 2 പ്രാവശ്യം 3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ പൊടി തട്ടിക്കൊണ്ട് നിൽക്കാനൊന്നും നിൽക്കണ്ട. ആ ഒരു പൊടിയിൽ തന്നെ നമ്മളിത് പരത്തിയെടുക്കുമ്പോൾ തന്നെ പൊടി ഉണ്ടാവും. പിന്നെ ഒരുപാട് പൊടി ഇട്ടിട്ടാണ് പരത്തിയെടുക്കുന്നതില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. രണ്ടാമത് ഞാൻ ആ ബാക്കിയുള്ള പീസിൽ വീണ്ടും പരത്തിയെടുത്തിട്ട് 4 എണ്ണം അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ ഒരു ഇത്തിരി ഉള്ളൂ കേട്ടോ, ഈ ഒരു പീസ് മാത്രം. 2 ഭാഗമായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പൊടി. ഇനിയൊരു പാർട്ടും കൂടി കുഴച്ചെടുക്കാനുണ്ട്. കണ്ടില്ലേ എത്ര വേഗം നമ്മളിതിവിടെ കട്ട് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ വേഗം വേഗം തന്നെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. എനിക്കിവിടെ ഇത് വളരെ ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ പരത്തിയെടുത്ത ആ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. പൊടി വാട്ടിയെടുക്കുന്നതും പത്തിരിക്കുള്ള മാവിൻ്റെ അളവും വെള്ളത്തിൻ്റെ അളവും കറക്റ്റായിട്ട് എങ്ങനെ എടുക്കുക എല്ലാ വീഡിയോസും നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം ഒക്കെ കാണിച്ചിട്ടുണ്ട്. പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കും ഫ്ലോപ്പ് ആവാതെ ഉണ്ടാക്കാൻ എല്ലാം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന രീതി വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പം നമ്മളെല്ലാം ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഒട്ടും പൊടി വേസ്റ്റാക്കി കളഞ്ഞിട്ടില്ല, എല്ലാം നമ്മളിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 എണ്ണം വെച്ചിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ. നല്ല റൗണ്ട് ഷേപ്പിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ പത്തിരി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. എളുപ്പമായിട്ട് തോന്നിയിട്ട് എനിക്ക് എന്നത്തേനേക്കാളും നമ്മൾ ചെയ്തെടുക്കുന്നതിനേക്കാളും എളുപ്പമായിട്ട് തോന്നി. അങ്ങനെ ഇതാ എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്കത് ഇഷ്ടമായിട്ട് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഉപകാരപ്രദമായെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്.